യുക്രൈനിലൂടെ യൂറോപ്പിലേക്ക് റഷ്യ കയറ്റുമതി ചെയ്യുന്ന കരാർ അവസാനിപ്പിച്ചു. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന വില കുറഞ്ഞ പ്രകൃതിവാതകത്തിന്റെ യുഗം അവസാനിക്കുകയാണ്. റഷ്യൻ വാതക പൈപ്പ് ലൈൻ കരാർ അവസാനിപ്പിക്കുവാനുള്ള യുക്രൈന്റെ നടപടി കൂടുതൽ തിരിച്ചടിയാവുക ആർക്കാണ്? റഷ്യയ്ക്കോ അതോ യൂറോപ്പിനോ? യുക്രൈന്റെ നടപടി റഷ്യയെ ലക്ഷ്യമിട്ടാണെങ്കിലും അത് യൂറോപ്പിനെ വലിയ തോതിൽ ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. യുക്രൈന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത്. റഷ്യൻ പ്രകൃതിവാതക വിതരണം അവസാനിക്കവേ പ്രകൃതിവാതക വിതരണത്തിന്റെ കുത്തക പിടിച്ചെടുക്കുവാൻ അമേരിക്ക ശ്രമിക്കുമെന്നും റിപ്പോർട്ട്. യുക്രൈനിലൂടെ കടന്നുപോകുന്ന സോവിയറ്റ് കാല പൈപ്പ് ലൈനുകളിലൂടെ റഷ്യൻ പ്രകൃതിവാതകം കയറ്റുമതിക്ക് വിരാമമായതോടെ 2025 തുടക്കത്തിൽ തന്നെ യുദ്ധം യൂറോപ്പിന് നൽകുന്നത് ഇന്ധന പ്രതിസന്ധിയാണ്. യുക്രൈനിലെ ഗ്യാസ് ട്രാൻസിറ്റ് ഓപ്പറേറ്ററായ നഫ്റ്റോഗാസും റഷ്യയുടെ ഗാസ്പ്രോമും തമ്മിലുള്ള 5 വർഷത്തെ കരാർ അവസാനിച്ചതോടെ യൂറോപ്പിലുണ്ടാകുന്നത് വലിയ ഇന്ധന പ്രതിസന്ധിയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും പഴയ വാതക പൈപ്പ് ലൈനുകളിലൊന്നായ സുദ്ഷ പൈപ്പ് ലൈൻ യുക്രൈനിലൂടെയാണ് കടന്നുപോയിരുന്നത്. 80കളിൽ കിഴക്കൻ യൂറോപ്പുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 5 വാതക പൈപ്പ് ലൈൻ ശൃംഖലകൾക്ക് സോവിയറ്റ് യൂണിയൻ തുടക്കമിട്ടിരുന്നു. ഈ ശൃംഖലകളിലൊന്നിന്റെ ഭാഗമായിരുന്നു സുദ്ഷ പൈപ്പ് ലൈൻ. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ യുക്രൈൻ സ്വതന്ത്ര രാജ്യമായി. അപ്പോഴും ഇതുവഴിയുള്ള വാതക വിതരണത്തിന് തടസ്സമുണ്ടായില്ല. ഇതിനായി റഷ്യ യുക്രൈന് ട്രാൻസിറ്റ് ഫീസും നൽകി വരുന്നുണ്ടായിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ ബന്ധം വഷളായി തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതോടെ മറ്റൊരു പ്രധാന പൈപ്പ് ലൈൻ പദ്ധതിയായിരുന്ന സോയുസ് യുക്രൈൻ അടച്ചുപൂട്ടി. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈൻ യുദ്ധാരംഭത്തോടെ ബെലാറസിലൂടെയുള്ള യമാൽ യൂറോപ്പ് പൈപ്പ് ലൈനും ബാൾട്ടിക് സമുദ്രത്തിലൂടെയുള്ള നോർഡ് സ്ട്രീം പൈപ്പ് ലൈനും പൂട്ടുവീണു. ഈ തീരുമാനത്തിന് പിന്നിൽ റഷ്യ തന്നെയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ചുമത്തിയ ഉപരോധത്തിന് തിരിച്ചടിയായി പ്രകൃതിവാതക വില റഷ്യൻ നാണയമായ റൂബിളിൽ നൽകണമെന്ന് റഷ്യ ആവശ്യം ശക്തമാക്കി. ഈ ആവശ്യം യൂറോപ്യൻ യൂണിയൻ നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു റഷ്യ പൈപ്പ് ലൈനുകൾ പൂട്ടിയത്. ഇതിനു പ്രതികാരമായി 2027 റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. 4 പൈപ്പ് ഉപരോധങ്ങളും യുദ്ധവും കാരണം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന റഷ്യയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണം നഷ്ടമാകുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. തങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വ്ളാഡിമിർ പുടിനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ. അതുകൊണ്ട് തന്നെ യുക്രൈന്റെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഫിക്കോ രംഗത്തെത്തിയിട്ടുണ്ട്. റോബർട്ട് ഫിക്കോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ യുക്രൈനിലേക്കുള്ള വൈദ്യുത വിതരണം നിർത്തും എന്നുവരെ ഭീഷണി മുഴക്കി. യുദ്ധത്തിന് സഹായം നൽകാനും യുക്രൈനെ ദുർബലപ്പെടുത്താനും റഷ്യയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഫിക്കോ സ്ലൊവാക്യയെ വലിച്ചിടുകയാണ് എന്നുമായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ പ്രതികരണം. റഷ്യ യുക്രൈൻ കരാർ അവസാനിക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യൂറോപ്യൻ രാജ്യമല്ലാത്ത മോൾഡോവയെയാണ്. ഡിസംബർ പകുതി മുതൽ രാജ്യത്ത് ഊർജ്ജ മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കെ പ്രകൃതിവാതകം കിട്ടാതെ വരുന്നതോടെ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ആശങ്കയും ശക്തമാണ്. കരാർ അവസാനിച്ചതോടെ യൂറോപ്പിൽ വില കുറഞ്ഞ റഷ്യൻ വാതകത്തിന്റെ യുഗം അവസാനിക്കുന്നു. പ്രതിസന്ധി മുന്നിൽ കണ്ട് നേരത്തെ തന്നെ നടപടിയെടുത്തിരുന്നുവെങ്കിലും യുക്രൈന്റെ നടപടി യൂറോപ്പിന് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കടുത്ത ശൈത്യമാണ് ഇത്തവണ യൂറോപ്പിലേത്. ലണ്ടനും പാരീസും ബെർലിനുമടക്കമുള്ള നഗരങ്ങളിൽ വരും ആഴ്ചകളോടെ താപനില 0 ഡിഗ്രിയിലും താഴും. അതോടെ ചൂട് നിലനിർത്താനായുള്ള ഗ്യാസിന്റെ ഉപയോഗവും കൂടും. അതിനായി കരുതൽ ഇന്ധന ശേഖരത്തെ ആശ്രയിക്കേണ്ടിയും വന്നേക്കാം. സെപ്റ്റംബറിനെ അപേക്ഷിച്ച് കരുതൽ ശേഖരത്തിൽ ഇപ്പോൾ തന്നെ 20% കുറവ് വന്നിട്ടുണ്ട്. പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് ഗ്യാസിന്റെ വില 5% ഉയർന്നു കഴിഞ്ഞു. വരും ആഴ്ചകളിൽ അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത.
ഊർജവും ഇന്ധനവുമെല്ലാം ആയുധം കൂടിയാകുന്ന പുതിയ കാലത്ത് ഇത് ലോകരാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്.